നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും നടിയെന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് ഭാഗ്യലക്ഷ്മി. സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മുഖഭാവങ്ങൾക്കൊപ്പം ശബ്ദവും ശരിയായാൽ മാത്രമേ അഭിനയം പൂർണ്ണതയിലെത്തത്തുള്ളൂ. ശോഭന, ഉർവശി, രേവതി തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്താൽ ഇവയിൽ പലതിലും ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ്. ശോഭനയ്ക്ക് തനിക്ക് കണ്ണടച്ചുകൊണ്ട് വേണമെങ്കിലും ഡബ്ബ് ചെയ്യാൻ പറ്റുമെന്ന് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉർവശിക്ക് ഡബ്ബ് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും ഉർവശിയുടെ ശരീരഭാഷയുമായി ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം ചേർന്ന് നിന്നു. എന്നാൽ ഭാഗ്യലക്ഷ്മി പതറിപ്പോയത് നടി അമല അക്കിനേനിക്ക് ഡബ്ബ് ചെയ്യുമ്പോഴാണ്. അതും അമലയുടെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായ എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയ്ക്ക് ഡബ്ബ് ചെയ്യുമ്പോഴാണ്. ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. അമലയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. സാധാരണ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും വെല്ലുവിളിയാകുന്നത് അന്യഭാഷയിൽ നിന്നുള്ള നടിമാർ വരുമ്പോഴാണ്. കാരണം അവരുടെ ലിപ്പ് മൂവ്മെന്റ് ശരിയായിരിക്കില്ല. പക്ഷെ അമല വളരെ പെർഫെക്റ്റ് ആയി ഡയലോഗ് പറഞ്ഞിരുന്നു. വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുമുണ്ട്. മനോഹരമായി ഡബ്ബ് ചെയ്യാൻ ഞാൻ കുറേയേറെ ബുദ്ധിമുട്ടി. സിനിമയുടെ ക്ലൈമാക്സിലും ഇതേപോലെ പ്രശ്നം വന്നു. ഞാൻ എത്ര ചെയ്തിട്ടും പെർഫെക്റ്റ് ആകുന്നില്ല, ഞാനാണ് കൊന്നത് എന്ന് പറയുന്ന ഡയലോഗ് എത്ര നോക്കിയിട്ടും ശരിയായില്ല. അമല അഭിനയിക്കുമ്പോൾ അവരുടെ കവളൊക്കെ വിറയ്ക്കുന്നുണ്ട്. എന്റെ ശബ്ദത്തിൽ അത് വരുന്നില്ല. ബ്രേക്ക് എന്ന് പറഞ്ഞ ഫാസിൽ സാറും ഞാനും പുറത്തേക്ക് വന്നു. അദ്ദേഹം അപ്സെറ്റ് ആയി. ഈ പടം എന്റെ വലിയൊരു പ്രതീക്ഷയാണ് ഭാഗ്യലക്ഷ്മി. ഡബ്ബിംഗ് ശരിയായില്ലെങ്കിൽ തിയേറ്ററിൽ കൂവൽ ഉറപ്പാണ്. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഫാസിൽ സാർ. പാച്ചിക്ക, ഒന്നാമത് ഞാൻ ഗർഭിണിയാണ്. കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത് എനിക്ക് അവരോളം കഴിവില്ലായിരിക്കും. എനിക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. ക്ലൈമാക്സ് സീനേ ബാക്കിയുള്ളൂ. സിനിമ മുഴുവനും വേറൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കേണ്ടി വരും. എന്തായി പറയുന്നത് ഭാഗ്യലക്ഷ്മി? തന്നെ കൊണ്ടേ പറ്റൂ, താൻ ചെയ്ത് തന്നേ പറ്റൂ എന്ന് ഫാസിൽ സാർ പറഞ്ഞു. അദ്ദേഹം നെഞ്ചിൽ തടവുന്നുണ്ട്. അറ്റാക്ക് വരുമെന്ന് പേടിയുണ്ട്. പത്മരാജൻ സാർ അറ്റാക്ക് വന്ന് മരിച്ച സമയമാണത്. ഞാൻ കാരണം ഒരാൾക്ക് വയ്യാതെയാകുമോ എന്ന് എനിക്കും പേടിയായി. അങ്ങനെ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ചെയ്ത സിനിമയാണ് സൂര്യപുത്രി. സമാനമായി അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ നന്ദിനിക്ക് ഡബ്ബ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. അതേസമയം നായികമാർ സ്വന്തം ശബ്ദം ഉപയോഗിക്കണമെന്ന് അഭിപ്രായക്കാരിയായിരുന്നു ഭാഗ്യലക്ഷ്മി. ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ ഇവർ സംസാരിച്ചിട്ടുമുണ്ട്. പാർവതി, കാവ്യമാധവൻ തുടങ്ങിയ നടിമാരെയെല്ലാം സ്വന്തം ശബ്ദം സിനിമയ്ക്ക് ഉപയോഗിക്കാൻ താൻ ഉപദേശിച്ചിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയുണ്ടായി. ഭാഗ്യലക്ഷ്മിയുടെ ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. പാർവതി ഡബ്ബിങ്ങിന് എന്റെ കൂടെ വന്നപ്പോൾ സ്വന്തമായി ചെയ്യണം, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. മൈക്കിന് മുന്നിൽ നിർത്തി ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പാർവതിയുടെ പ്രശ്നം വളരെ ലോ വോയിസിൽ സംസാരിക്കൂ എന്നതാണ്. ദേഷ്യപ്പെടുന്ന സീനിൽ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും ശബ്ദത്തിൽ പരിധിയിൽ കൂടുതൽ മനസ്സിലാവില്ല. കാവ്യമാധവനെയും ഞാൻ ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സമയത്ത് പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് കാവ്യം പോയി. അതിലെപ്പോഴും വിജയിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ്. തൂവൽ കൊട്ടാരം ചെയ്യുന്ന സമയത്താണ് മഞ്ജു ഡബ്ബിംഗ് തിയേറ്ററിൽ വന്ന് ആദ്യമായി ഡബ്ബ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ശബ്ദം വേണമെന്ന വാശിയും ഉണ്ടായിരുന്നു. പലരും മലയാളത്തിലെ ഏറ്റവും നല്ല നടി മഞ്ജു വാര്യർ ആണെന്ന് പറയുന്നു. തീർച്ചയായും മഞ്ജു നല്ല നടിയാണ്. പക്ഷെ അതോടൊപ്പം നല്ല കഴിവുള്ള ഒരുപാട് നടിമാരുണ്ട്. പലപ്പോഴും ആളുകൾ അത് പൂർണ്ണമായും അംഗീകരിക്കാത്തത് മറ്റൊരാളുടെ ശബ്ദം ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ ശബ്ദം തന്നെ ആയിരുന്നെങ്കിൽ അവരെയും ആളുകൾ വളരെ നല്ല നടി എന്ന് പറഞ്ഞേനെ. ഉർവശിയൊക്കെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷെ സ്വന്തമായി ശബ്ദം കൊടുത്ത് തുടങ്ങിയ ശേഷം അവർക്ക് നല്ല കഥാപാത്രം കിട്ടിയില്ലെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു. മനോഹരമായി ശബ്ദമുള്ളവർക്ക് ഡബ്ബ് ചെയ്യാവൂ എന്ന രീതി സിനിമയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പണ്ട് ഷീലയും ജയഭാരതിയും എല്ലാം സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.